എവിടെയോ കണ്ട പരിചയം. എന്റെ പേര് ലക്ഷ്മി. എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്നു. ആ, അത് ശരി. ഇപ്പോഴോർക്കുന്നു. ഞാൻ 2 ആഴ്ച ലിസി കിടന്ന അന്ന് സിസ്റ്റർ ആയിരുന്നു വാർഡ് നേഴ്സ്. ഓ, ഇപ്പൊ അങ്ങോട്ട് പോന്നു. ന്യൂയോർക്കിലേക്ക്. ഓഹോ, ഭർത്താവോടാണല്ലേ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓ, സോറി. എനിക്ക് ന്യൂയോർക്കിൽ എംഗിൾവുഡ് ആശുപത്രിയിൽ ജോലി കിട്ടി. ജോലിക്ക് പോകണല്ലേ? നിങ്ങളുടെ പേരെന്താ? സോമൻ. Your attention please. Air India regrets to announce that their flight number AI 405 to New York via Rome and London is further delayed by 30 minutes. Thank you. ഇനി അരമണിക്കൂറോ? ന്യൂയോർക്കിൽ പരിചയക്കാരെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള രാധ എന്നൊരു സ്ത്രീയുണ്ട്. അവർ ഹോസ്പിറ്റൽ മേറ്ററിനാണ്. അച്ഛൻ അവർക്ക് കത്തെഴുതിയിട്ടുണ്ട്. അച്ഛൻ എന്താ ജോലി? അച്ഛൻ റിട്ടയർഡ് സ്കൂൾ മാസ്റ്ററാണ്. അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഞാനാണ് മൂത്തത്. ഇളയവരൊക്കെ എന്ത് ചെയ്യുന്നു? ചന്ദ്രൻ BA പാസ്സായി. ജോലിയൊന്നും ആയിട്ടില്ല. അടുത്തവൾ ലത ട്യൂട്ടോറിയലിൽ പഠിക്കുന്നു. ഇളയവൾ സീത നഴ്സിംഗിന് പഠിക്കുന്നു. ഓരോരുത്തരുടെയും സ്വഭാവം വിവിധ രീതിയിൽ. ഇതാണ് നിന്റെ പഠിത്തല്ലേ? കൊച്ചു കുട്ടിയാണെങ്കിൽ രക്ഷിക്കാം. ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള പ്രായമായി നിനക്ക്. അവള് കോളേജിൽ പഠിക്കുന്നെന്ന് പറയുന്നത് വെറുതെയാണ്. അക്ഷരശുദ്ധി അശേഷമില്ല. അക്ഷരശുദ്ധി ഉണ്ടച്ച, അർത്ഥശുദ്ധിയാണ് ഇല്ലാത്തത്. തെറ്റ് നിനക്ക് മനസ്സിലായില്ലേ? ഇനി ഇത് ആവർത്തിക്കരുത്. നാശം. ഈ അവറാന്റെ കടയിലെ പൊടി ഒരു കാശിന് കൊള്ളത്തില്ല. 1-ാം തീയതി ആട്ടച്ച, ഒരു ടിന് നല്ല പൊടി വാങ്ങിച്ചരാം. 300 രൂപ കിട്ടിയാൽ 350 പ്രശ്നങ്ങളാണ്. ചേച്ചി എന്തിനാണ് സ്നോ എടുത്തത്? പിന്നെ നിന്റെ സ്നോ എടുക്കണ എനിക്കിപ്പോ നേരം. കള്ളി വാ തുറന്ന കള്ളമേ പറയൂ. നേരെ വിളിച്ച ശരിയും തരില്ല. ശരി, നിനക്ക് സ്നോ അല്ലേ വേണ്ടത്? 1-ാം തീയതി വാങ്ങിച്ചരാം. ഇപ്പൊ പോയി പഠിക്കും. പോ, നീ പഠിച്ചു. ചേച്ചി, എന്താ ചന്ദ്ര? PSC ആപ്ലിക്കേഷൻ അയക്കണം. ഒരു 50 രൂപ വേണം. 1-ാം തീയതി അയക്കാം. ശമ്പളം കിട്ടട്ടെ. എന്നാ ആപ്ലിക്കേഷൻ ഫോം അയക്കാൻ ഒരു 10 രൂപ. എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ തരില്ലേ? ഇന്ന് ആശുപത്രിയിൽ നിന്ന് വരുമ്പോ ആരോടെങ്കിലും കടം വാങ്ങിത്തരാം. ശരി. ഓ, അപ്പോ കുടുംബഭാരം മുഴുവനും നിങ്ങളുടെ ചുമലിലാണ്. മിസ്റ്റർ സോമൻ ഇങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാനും അമേരിക്കയിലേക്കാ. വീട് ഫോർട്ട് കൊച്ചിയിലാ. ഒരു ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറായിരുന്നു ഞാൻ. ഒരു അമേരിക്കൻ ടൂറിസ്റ്റ് മിസ്റ്റർ വില്യംസുമായി പരിചയപ്പെട്ടു. 2 മാസം അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ജോലി ചെയ്തു. അദ്ദേഹത്തിന് എന്നെ വളരെ ഇഷ്ടപ്പെട്ടു. അമേരിക്കയിലേക്ക് വരുന്നോന്ന് ചോദിച്ചു. എവിടെ വേണമെങ്കിലും വരാമെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പോയി. ഞാൻ ആ കാര്യവും മറന്നുപോയി. 1 മാസം മുമ്പ് അമേരിക്കയിലേക്ക് വന്നുള്ള ടിക്കറ്റും പേപ്പേഴ്സും വന്നു. ഞാനിതാ പോകും. ഈ ആഭരണങ്ങളൊക്കെ മതിയല്ലേ? പെണ്ണിന്റെ ആഭരണം സ്വഭാവശുദ്ധിയാണ്. നിന്റെ സ്വഭാവം തങ്കമാണെന്ന് എല്ലാരെ കൊണ്ട് പറയണം. എനിക്ക് മാത്രമേ ചേച്ചി ഒന്നും വാങ്ങിച്ചു തരില്ല. നിനക്ക് അമേരിക്കയിൽ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. ശരിയാവുന്ന തോന്നുന്നു. ഹായ്, ഞാൻ അമേരിക്ക പോകാൻ പോണല്ലോ. മിണ്ടാടി. ചിപ്പോ ആ, എന്റെ കാര്യം മാത്രം ചേച്ചി മറന്നു. സാരമില്ല. ഞാനൊരു സുപ്രഭാതത്തിൽ അമേരിക്ക ഒന്ന് ലാൻഡ് ചെയ്യും. നോക്കിക്കോ. അമേരിക്ക കൂടി പോകാത്ത കുറ്റമേ ഉള്ളൂ. ശരി സാർ, ഇപ്പോ അവിടെ ചെന്ന പന്തലിൽ എന്തായി കാര്യങ്ങളൊന്നും പോയി നോക്കി. പോണം.
മകളാണെന്നുള്ള കാര്യം ഈ അച്ഛൻ മറന്നുപോയി. നമസ്കാരം. നമസ്കാരം. വരണം, ഇരുന്നട്ടെ. പോയ കാര്യം എന്തായി കുട്ടമ്പിള്ളേ? എന്റെ പൊന്ന് സാറേ, നടന്ന് എന്റെ ചെരുപ്പ് മുഴുവൻ തേഞ്ഞ്. കെട്ടിക്കാതെ പ്രസവിച്ച പെണ്ണിന് വേണമെങ്കിൽ ഒരു ചെറുക്കനെ ഉണ്ടാക്കാം. പക്ഷേ കടലും കടന്ന് നേഴ്സുദ്യോഗത്തിന് പോയ ഒരു പെണ്ണിന് കുടുംബത്തിൽ നിന്ന് ഒരു ചെറുക്കനെ കിട്ടാൻ ബഹുപ്രയാസമാണ്. എടോ, നഴ്സ് ഉദ്യോഗത്തിൽ പോയ പെണ്ണിന് എന്ത് സംഭവിച്ചെന്നാണ് താൻ പറയുന്നത്? ഞാൻ പറയുന്നതാണോ കുഞ്ഞെ? അമേരിക്കയിൽ തനിച്ചിരിക്കുന്ന ഒരു പെണ്ണിന് എന്താ സംഭവിച്ചുകൂടാത്തത് എന്നാണ് അവരുടെ ചോദ്യം. അവന്മാർക്കൊന്നും കൊടുക്കാനേ ഇവിടെ വിലപോകച്ചെടുക്കായി പിന്നിരിപ്പില്ല. ചന്ദ്ര, നീ ചുമ്മാ ഇരിക്കേ. സാറ് വിഷമിക്കേണ്ട, എന്റെ ചൂണ്ടയിൽ നല്ലൊരു ഇര വീണിട്ടുണ്ട്. പക്ഷെ റേറ്റ് അല്പം കൂടുതലാ. 50,000 അവര് ചോദിക്കുന്നത്. ആരാ കുട്ടമ്പിള്ള ആൾക്കാര്? സാറ് കേട്ട് കാണും. ഏറ്റുമാനൂർ പുത്തൻപുരയിൽ ശ്രീധരനാര് വലിയ തറവാടികളാ. അദ്ദേഹത്തിന്റെ മകൻ ഉണ്ണികൃഷ്ണൻ ബിഎക്കാരനാ. നീ അറിയുമോ ചന്ദ്ര ചെറുക്കനെ? അറിയാം. 24 മണിക്കൂറും ഷാപ്പിനകത്താണ്. പോരാത്തതിന് മറ്റെല്ലാ ദുർഗുണങ്ങളും ഉണ്ട്. കുഞ്ഞെ, മദ്യപാനം അത്ര വലിയ ദൂഷ്യമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ ഭാഗത്തും അല്പസ്വല്പം കുറവുകളുള്ള സ്ഥിതിക്ക് അതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. എന്താണ് പറഞ്ഞത്? മോനെ അരുത്. ചന്ദ്ര, അച്ഛൻ എന്തിനാ എന്നെ ഇങ്ങനെ ലേലം വിളിക്കുന്നത്? അച്ഛൻ ഞാൻ അത്ര വലിയൊരു ഭാരമാണോ? അതോ ഞാൻ ഇങ്ങനെ നിന്നാൽ എന്തെങ്കിലും അപമാനം സംഭവിക്കുമെന്നും ഭയമാണോ? എന്റെ മനസ്സാക്ഷി മുൻനിർത്തി പറയാനച്ഛ, ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്യൂല്ല. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എന്നെങ്ങനെ... മോളെ, എന്റെ ലീവ് തീരാറായി. സീതയുടെ അപ്പോയിന്റ്മെന്റ് ആർഡറും കിട്ടിക്കഴിഞ്ഞു. ഞാൻ അവളെയും കൂട്ടിക്കൊണ്ട് അടുത്ത ആഴ്ച പോവുകയാണ്. Toronto. Passengers who have checked in may please proceed to gate number 11. കൈ വിട് ചേച്ചി, ഞാൻ വന്നോളാം. നീ എടുത്ത് നോക്കി നടക്കാതെ. ഐ എം സോറി. ഹലോ, ഇതാരെ? Passenger flight 1. കൊള്ളാമല്ലോ, എന്റെ പേര് ദൂരം മറന്നില്ലേ? Passengers who have checked in may ഇതാരാ? please proceed to gate number 5. എന്റെ അനിയത്തി സീത നഴ്സിംഗിന് പഠിക്കുന്നെന്ന് പറഞ്ഞില്ലേ, ഇവിടെ ജോലിക്ക് ചേരാൻ വന്നിരിക്കുക. ഓ, ഗുഡ്. This is the last and final call. Passengers അനുജത്തിയുടെ കല്യാണം കഴിഞ്ഞു. Toronto. ഇനി അനിയന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ ആദ്യം കുടുംബക്കാര്യം കഴിയട്ടെ, Passengers പിന്നെ നോക്കാം. to gate number 11. അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം? ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട്, കൃത്യമായ നാട്ടിലേക്ക് അയക്കുന്നുണ്ട്. ജീവിതം സുഖം, സ്വസ്ഥം. വിവാഹം സ്വർഗത്തിൽ വെച്ചാണ് നടക്കുന്നതെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മേളിലോട്ട് നോക്കി നടക്കുന്നു. ഞാൻ വരട്ടെ. ഓക്കെ. എക്സ്ക്യൂസ് മീ. ഏയ്, വരട്ടെ. പെട്ടിയെടുക്ക്. Passengers who have checked in may please proceed to പോകാം. aircraft mark VGT. സീതയ്ക്ക് ജോലി ശരിയായി. നാളെ ജോയിൻ ചെയ്യണം. മേഴ്സി രജനി ജോലി ചെയ്യുന്നില്ലേ, അതേ സ്ഥലത്താണ്. മോളെ, നീ അവരുമായി കൂട്ടുകൂടരുത്. ഡ്യൂട്ടി കഴിഞ്ഞതും വീട്ടിൽ വന്ന് ചേരണം. എന്താ ചേച്ചി വേദനിക്കുന്നു? അടുത്തേക്ക് കണ്ണുപോകും. നടക്ക. Good morning. Good morning. How are you? Fine. How are you? I'm all right. I just wish I could get out of here. Play some baseball, football, hockey. You feel better now? Thank you. Okay.
ആഹാ, അമേരിക്ക വന്ന 1 മാസമായിട്ടില്ല, അപ്പോഴേക്കും സാരിയും ബ്ലൗസും വേണ്ടെന്ന് വെച്ചോ? വെറുതെ ഒരു ആശയ്ക്കല്ലേ ചേച്ചി. ഇപ്പൊ സാരിയും ബ്ലൗസും വേണ്ടെന്ന് വെക്കും, പിന്നെ എന്നെയും വേണ്ടെന്ന് വെക്കും. ഈ ചേച്ചി എന്തിനെങ്ങനെയൊക്കെ പറയുന്നെന്ന് ഇപ്പൊ തോന്നും. നല്ലതിനാണ് പറഞ്ഞതെന്ന് പിന്നെ മനസ്സിലാക്കും. No, I don't know. ഇന്ന് നിനക്ക് ഓവർ ടൈം ഉണ്ടായിരുന്നു. നീ കുടിച്ചിട്ടുണ്ടല്ലേ? എന്തിനാടി കുടിച്ചത്? ഞാൻ എന്റെ പണം കൊണ്ടാ കുടിച്ചത്. എന്താടി നീ പറഞ്ഞത്? എന്ത് പറഞ്ഞു? ഇതിനാണ് ഞാൻ നിന്നെ വളർത്തിയത്. നിർത്തൂ ചേച്ചി. എനിക്ക് വേണ്ടി എത്ര രൂപ ചെലവാക്കി പറയൂ, തന്നേക്കാം. സീതേ, സീതേ, കരയാ, ജനിച്ച നാടിനെ മറക്കരുത്. അവസാനം നീ അമ്മയെന്ന് വിളിച്ചില്ലേ, അതാ നിന്നെ രക്ഷിച്ചത്. ഏതായാലും കഴിഞ്ഞതെല്ലാം മറക്ക. ഭയപ്പെടണ്ട, ഞാന് ആ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. വരാം. ഏതായാലും വലിയൊരു ആപത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടല്ലോ. ദൈവമാണ് സോമൻ അവിടെ എത്തിച്ചത്. എന്റെ തെറ്റുകൾ ഞാൻ മനസ്സിലാക്കി. ഇനി ഞാൻ ചേച്ചിയുടെ കൂടെ കഴിഞ്ഞോളാം. വേണ്ട സീതേ, നിന്റെ തെറ്റുകൾ നീ തിരുത്തിയല്ലോ. ഒരർത്ഥത്തിൽ തനിച്ച് ജീവിക്കുന്നതാണ് നല്ലത്. എങ്കിലേ ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാവുള്ളൂ. അയ്യോ, ഉള്ള ബ്രെഡും കരിഞ്ഞു പോയല്ലോ. എല്ലാം കിട്ടുന്ന അമേരിക്കയില് വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാനാ പ്രയാസം. ഇപ്പോഴല്ലയോ കല്യാണം കഴിക്കേണ്ട ആവശ്യം മനസ്സിലായത്. ഓ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഏയ്, ഇഡ്ലി, സാമ്പാർ, ചമ്മന്തി. എങ്ങനെ മനസ്സിലായി എന്റെ ബ്രെഡ് കരിഞ്ഞു പോയെന്ന്? അവിടെ ഇരുന്ന് കഴിച്ചോളൂ. ഓ യെസ്, അങ്ങോട്ടിരിക്കാം, വരും. ആദ്യമായി ഒരു ഡെമോൺസ്ട്രേഷൻ ഇഡ്ഡലി തിന്നുന്നതിനെ പറ്റി. ദാ, ഇഡ്ഡലി ഇങ്ങനെ എടുത്ത് വെക്കുക, എന്നിട്ട് സാമ്പാർ എടുത്ത് ദാ ഒഴിക്കുക, ഞെരടുക, നല്ലതുപോലെ ഞെരടുക. ഞെരടിയോ? ഞെരടുക. ഇനി കഴിച്ചോളൂ. ഓ, ഐ എം സോറി, ഞാനാണല്ലേ. ആ, എന്നിട്ട് ചമ്മന്തി എടുത്ത് ഒഴിക്കുക, വീണ്ടും ഞെരടുക, നല്ലതുപോലെ ഞെരടുക. മുളക് പൊടി, ഓ ഇല്ല, ആ വേണ്ട. എന്നിട്ട് ദാ ഇങ്ങനെ ഒരു പിടി. ആ,
നമ്മൾ കാണാൻ പോകുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരേഡ്, മേസീസ് താങ്ക്സ് ഗിവിംഗ് പരേഡ്. മനസ്സിലായോ? ബാബാ, വാ കൊച്ചേ.